1887. 18 ടീച്ചർ 18 18 87. 87. ഇതിൽ ജോയിൻ ചെയ്യാണോ? മെസ്സേജിൽ അയക്കാം. മെസ്സേജ് ഓക്കെ. പേര് ഞാനിപ്പോ പറഞ്ഞ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ ആഡ് ചെയ്യാം. ഓക്കെ. Good afternoon, all. Good afternoon. Responsible level. Good afternoon. Vanita. Class Liliarum. Okay. Group add ചെയ്യുന്നതിന്റെയും ടെക്സ്റ്റ് ബുക്കിന്റെയും വളരെ ചർച്ചകളാണെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ചർച്ചകളൊക്കെ അവസാനിപ്പിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാം കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? അപ്പോ എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? ഓർമ്മയുണ്ടോ? വായിച്ചോ നിങ്ങള്? എടുത്ത അത്രയും ഭാഗം വായിച്ചോ? കുറച്ചുപേരെങ്കിലും വായിച്ചിട്ടുണ്ടാകുമല്ലോ. വായിച്ചായിരുന്നോ? നിങ്ങൾ എടുക്കുന്നത് മാക്സിമം അതൊന്ന് തന്നെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഡെയിലി നിങ്ങൾ മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ വായിക്കലും കൂടി ആകുമ്പോൾ എക്സാമിന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഞാൻ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് OPD. OPD എന്നാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഹെൽത്ത് ഇഷ്യൂമായിട്ട് പേഷ്യന്റ് ഡോക്ടേഴ്സിനെ കാണാൻ വരുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ട്രീറ്റ്മെന്റ് നൽകി, മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് അവിടെ തിരികെ വീട്ടിൽ പോകുന്നു. അഡ്മിറ്റ് ആകുന്നില്ല അല്ലെ? അത്തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമിന്റെ ഒന്നും ആയിട്ടില്ലല്ലോ, നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി OP സർവീസസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, intervention, rehabilitations. Then നമ്മൾ പറഞ്ഞു objectives of OPD. OPD-യുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് മോഡേൺ ടെക്നിക്സുകൾ ഉപയോഗിക്കുക, ഫെസിലിറ്റികൾ സൗകര്യങ്ങള് പേഷ്യൻസിന് കൊടുക്കുക, നല്ലൊരു പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കിയത് സ്കോപ്പ് ഓഫ് OPD. സ്കോപ്പിനകത്ത് നമ്മൾ പറഞ്ഞു പ്രിവെന്റീവ്, പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ നൽകുക, റിഹാബിലേഷൻ സർവീസുകള്, ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കുക. ഏതായിരുന്നു റിഹാബിലേഷൻ സർവീസിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? റിഹാബിലേഷൻ സർവീസിന് എക്സാമ്പിള് ഏതായിരുന്നു? എക്സാമ്പിള് ആർക്കും ഓർമ്മയില്ല? കമന്റ് ചെയ്യാട്ടോ നിങ്ങള്. ഞാൻ ചോദിക്കുന്നതിന് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ഫിസിയോതെറാപ്പി അല്ലെ? ഫിസിയോതെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയൊക്കെ നമ്മളുടെ റിഹാബിലേഷൻ സർവീസസിന് എക്സാമ്പിൾ ആണ്. ദെൻ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് ഏത് ഫ്ലോറിലാണ് OPD ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് ഫ്ലോറിലാണ് OPD? ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ? ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. ദെൻ നമ്മളൊരു ടേബിൾ ആണ് നോക്കിയത്. പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ അല്ലെ? അപ്പോ പേഷ്യന്റുമായിട്ട് ഏറ്റവും അടുത്തിട്ടുള്ള ഏരിയകൾ, പേഷ്യൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളാണ് പേഷ്യന്റ് ഏരിയ.
entrance, reception, registration, record room, waiting area, snack bar, ATM machine, etc. Waiting area എന്നാണ് കേട്ടോ. വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻ, etc. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ കുറച്ചും കൂടി ഭരണപരമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ റൂം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ ഏരിയ, ചികിത്സാപരമായിട്ടുള്ള ഒരു പേഷ്യൻസിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയകൾ. കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക് ആൻഡ് റേഡിയോളജി. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇവിടെ വരെ ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോർഷനിലേക്ക് പോകാം. ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയന്റ്സ് ഇൻ OPD. ഒരു OPDയിലേക്ക് വരുന്ന ഒരു പേഷ്യൻസിന്റെ ഒരു ഫ്ലോ പാറ്റേൺ ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു ഫ്ലോ ചാർട്ടുകളൊക്കെ പഠിച്ചിട്ടില്ലേ? ചെറിയ ക്ലാസ്സുകളിലാണ് ഫ്ലോ ചാർട്ട് അല്ലെ, നമ്മൾ സയൻസിലൊക്കെ പഠിക്കാറുണ്ടല്ലോ ഫ്ലോ ചാർട്ട് അല്ലെ, കണക്ട് ചെയ്തിട്ട് പോകുന്നത്. അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു OPD അല്ലെ, അതായത് ഒരു ക്ലയന്റ് വെച്ചിട്ടാരാ? പേഷ്യന്റ്. ഒരു പേഷ്യന്റ് OPDയിലേക്ക് വരുന്നതിന്റെ ഒരു ഫ്ലോ ചാർട്ട്, ഫ്ലോ പാറ്റേൺ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് ഇപ്പൊ തന്നെ പഠിച്ചിരിക്കണം എല്ലാവരും. ഓക്കെ, നമ്മൾ ഓരോരുത്തരും പേഷ്യന്റ് ആണെന്ന് സങ്കല്പിക്കുക. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കാം. ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി, നമ്മൾ എങ്ങനെ ചെന്നു? എൻക്വയറിയിലേക്ക് ചെന്നു. ദെൻ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി, നമ്മൾ രജിസ്ട്രേഷൻ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ദെൻ നമുക്ക് ടോക്കൺ നമ്പർ ഒക്കെ കിട്ടി. വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്തിരിക്കണം. ദെൻ വെയിറ്റ് ചെയ്തിരുന്നു. കൺസൾട്ടേഷൻ റൂമിലേക്ക് ചെന്നു, ഡോക്ടറെ കണ്ടു. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്. ഡോക്ടർ ചിലപ്പോ നമ്മൾ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് ടെസ്റ്റുകൾക്ക് എഴുതും. ദെൻ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് എന്താണ്? ഫാർമസി പോയി മെഡിസിനും ഡോക്ടർ എഴുതി കാണും അല്ലെ. അപ്പൊ ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. ഓക്കെ, സിമ്പിൾ ആണ്. ഒന്നുകൂടി പറയാം. എൻക്വയറി ചെയ്തു, നമ്മൾ രജിസ്ട്രേഷനിൽ ചെയ്തു, നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തു. ദെൻ അപ്പോയിന്റ്മെന്റ് എടുത്തു. വെയിറ്റിംഗ് ഹാളിൽ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ വന്നു, കൺസൾട്ടേഷൻ റൂമിലേക്ക് പോയി. ദെൻ അവിടുന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ, അതായത് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളോ മറ്റു ടെസ്റ്റുകളൊക്കെ എടുത്തു. ദെൻ ഫാർമസി പോയി മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഫ്ലോ പാറ്റേൺ പഠിച്ചോ? ക്ലിയർ ആണോ? അവിടെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? ഫ്ലോ പാറ്റേൺ നമ്മൾ നോർമൽ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഒരു അവസ്ഥ അല്ലെ ആണോ? നമ്മൾ എൻക്വയറി പോകും അല്ലെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യും. ദെൻ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കും, ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ. ഡോക്ടറെ കാണുന്നു, മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്യാനാണെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യുന്നു, മെഡിസിൻ വാങ്ങിക്കുന്നു, എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫ്ലോ പാറ്റേൺ ഒരു 5 ടൈംസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 5 ടൈംസ് വായിക്കുക. 5 ടൈംസ് വായിക്കാൻ പറയുന്നത് പഠിക്കുവാനാണ്. ഓക്കെ, 5 ടൈംസ് പെട്ടെന്ന് തന്നെ 5 ടൈംസ് വായിക്കുക. വായിക്കുമ്പോൾ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, ഓക്കെ, വായിച്ചോ? 5 ടൈംസ് വായിച്ചോ എല്ലാവരും? ദെൻ പഠിച്ചോ എല്ലാവരും? ഫ്ലോ പാറ്റേൺ ഓക്കെ ആണല്ലോ? പഠിച്ചല്ലോ? ഇനി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, മാക്സിമം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്യുപ്മെന്റ്സ് അല്ലെ. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് പരിചയമുള്ള എക്യുപ്മെന്റ്സുകൾ? ഒന്ന് കമന്റ് ചെയ്യാമോ? എക്യുപ്മെന്റ്സുകൾ ഹോസ്പിറ്റലില് നിങ്ങൾ സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാറുള്ള എക്യുപ്മെന്റ് ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ടേബിള്, ടെക്സ്റ്റിൽ ടേബിള് നോക്കണ്ട കേട്ടോ. ടേബിൾ നോക്കാതെ നിങ്ങൾ കാണാറുള്ള ഉപകരണങ്ങൾ പറയാം. PP മെഷീൻ, ഓക്കെ. സ്റ്റെതസ്കോപ്പ്,
വേറെ എന്തൊക്കെയുണ്ട്? നെബുലൈസർ, തെർമോമീറ്റർ, ഓക്കെ. വേറെ ECG മെഷീൻ ഉണ്ട്. ഓക്സിമീറ്റർ, പൾസ് ഓക്സിമീറ്റർ ആണ് ഉദ്ദേശിച്ചത്. എക്സ്റേ മെഷീൻസ്, പൾസ് ഓക്സിമീറ്റർ, സിസേഴ്സ്, അൾട്രാസൗണ്ട് മെഷീൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാ തരം എക്യുപ്മെന്റ്സുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കാണുന്നുണ്ട് അല്ലെ? അപ്പോ ഇവിടെ നമുക്ക് ഒരു ടേബിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് എക്യുപ്മെന്റ്സുകൾ തന്നെ, ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സുകൾ തന്നെ 4 തരത്തിൽ നമ്മൾ തരംതിരിച്ചിരിക്കുകയാണ്. ഡയഗ്നോസ്റ്റിക്, തെറാപ്റ്റിക്, മോണിറ്ററിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു. എന്താ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാല്? രോഗനിർണയം. എന്താണ് രോഗം കണ്ടുപിടിക്കാൻ അല്ലെ? രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് എന്ന് വിളിക്കുന്നത്. സോ രോഗം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റുകൾ. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് ടേബിൾ ആണ് ഞാൻ പറയുന്നത്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗനിർണയിക്കാനായിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്. ഇനി എന്തൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റിൽ ഉൾപ്പെടുന്നതെന്ന് പറയാം. BP അപ്പാരറ്റസ്, BP ചെക്ക് ചെയ്യുന്ന മെഷീൻ അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മൾ BP ഒരു പേഷ്യന്റിന് എത്രത്തോളം ഉണ്ടെന്ന് ആ BP മെഷീൻ വെച്ച് കണ്ടെത്തുകയാണ്. രോഗം നിർണയിക്കുകയാണ്. ആണോ? കണ്ടെത്തുകയല്ലേ? BP മെഷീനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ BP ഇല്ലാണ്ടാകുമോ? BP ചെക്ക് ചെയ്താല് BP മാറോ? നമ്മൾ കണ്ടെത്തുകയാണ് എത്രത്തോളം ഉണ്ട് നമ്മുടെ BP ലെവല് അല്ലെ? കണ്ടെത്തുകയാണ്. അതാണ് ഡയഗ്നോസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, എൻഡോസ്കോപ്പ്. എന്താ എൻഡോസ്കോപ്പ്? നിങ്ങൾ എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? എൻഡോസ്കോപ്പി ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട് അല്ലെ? എന്താണ് എൻഡോസ്കോപ്പി? എൻഡോസ്കോപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? കേട്ടിട്ടുണ്ട് എല്ലാവരും അല്ലെ? എന്താണ് എൻഡോസ്കോപ്പി? റിലേറ്റഡ് ടു സ്റ്റൊമക് ആണ് അല്ലെ? നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള പ്രോബ്ലംസുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എൻഡോസ്കോപ്പി അല്ലെ? അതായത് ഉള്ളിലുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്യൂബ്, നേർത്തൊരു ട്യൂബാണ് നമ്മളുടെ വയറിന്റെ ഉള്ളിലോട്ട് കിടത്തി. ആ ട്യൂബിന് അരികിലായിട്ട് ചെറിയൊരു ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോ നമ്മളുടെ വയറിന്റെ ഉൾഭാഗം കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോസസ് ആണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഉപകരണമാണ്, നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആണ് എൻഡോസ്കോപ്പ്. വയറിനുള്ളിലുള്ള പ്രശ്നങ്ങൾ, വയറിന്റെ അകം കാണുവാനായിട്ട്. ഇപ്പോ കൂടുതൽ എനിക്ക് തോന്നുന്നു അസിഡിറ്റി അങ്ങനെയുള്ള കേസസ് ഒക്കെ വരില്ലേ? അപ്പോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വയറിനുള്ളിൽ കൃത്യമായിട്ടും കാണാനുള്ള ഒരു പ്രൊസീജിയർ ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പേര് മാത്രം പഠിക്കാനുള്ളൂ, അതിന്റെ ഡീറ്റെയിൽ ഒന്നുമില്ല. ഇനി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞത് മാത്രം. നമുക്ക് വേറെ അതിന്റെ എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് പഠിക്കാൻ എൻഡോസ്കോപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയില്ലാത്തവരുണ്ടാകാം ഈ കൂട്ടത്തിൽ തന്നെ അല്ലെ? ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ലല്ലോ. നമ്മൾ കേട്ടിട്ടുണ്ടാകാം ഇങ്ങനെയുള്ള സ്കോപ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് ഞാൻ അതൊന്ന് പറയുന്നത് മാത്രം കേട്ടോ. അപ്പൊ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് ഒന്ന് BP അപ്പാരറ്റസ്, അതുപോലെ എൻഡോസ്കോപ്പ്. വയറിന്റെ അകം കാണുന്നതിനായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ദെൻ പോർട്ടബിൾ എക്സ്റേ. നമ്മൾ എക്സ്റേ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്റേ ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ എക്സ്റേ എടുക്കാൻ പറയാറുണ്ട് ഡോക്ടർ. ചെറിയൊരു പനിയായിട്ട് പോയി എക്സ്റേ എടുക്കാൻ പറയോ? ചെറിയ അസുഖങ്ങളായിട്ട് പോകുമ്പോൾ ഇല്ല. എക്സ്റേ എടുക്കുമ്പോൾ എപ്പോഴാണ്, ഏത് സിറ്റുവേഷൻസിലാണ് കൂടുതലായിട്ടും എക്സ്റേ എടുക്കാൻ പറയുന്നത് ഡോക്ടേഴ്സ്? ഒടിവ് അല്ലെ? എല്ലിനും ബോൺസിന് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ, ഫ്രാക്ചർ ഒക്കെ സംഭവിക്കുമ്പോഴാണ്. അപ്പൊ ഒടിവുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ട്രീറ്റ്മെന്റ് അല്ല അത് അല്ലെ? നമ്മൾ പരിശോധിക്കുകയാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ എടുക്കുന്നത്. അല്ലാതെ അതൊരു ട്രീറ്റ്മെന്റ് പ്രോസസ് അല്ല അല്ലെ? അപ്പൊ പോർട്ടബിൾ എക്സ്റേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പോർട്ടബിൾ ചാർജർ എന്നൊക്കെ പറയില്ലേ? നമുക്ക് എവിടെയും കൊണ്ടു നടക്കാൻ പറ്റുന്നത് അല്ലെ? അതായത് ഇപ്പോ പോർട്ടബിൾ എന്ന് പറയുമ്പോൾ എക്സ്റേ അത്ര വലിയ മെഷീനൊന്നും അല്ല. നമുക്ക് ICUലേക്ക് ആണെങ്കിൽ ICUലേക്ക് കൊണ്ടുപോകാം.
ലേബർ റൂമിൽ കൊണ്ടുപോകാം. അങ്ങനെ ഓരോ ഏരിയയിലോട്ട് നമുക്ക് പോർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് എക്സ്റേയാണ് പോർട്ടബിൾ എക്സ്റേ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പോർട്ടബിൾ എക്സ്റേ? Then portable USG. In the USG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ USG ultrasound sonography. അൾട്രാസൗണ്ട് സോണോഗ്രഫി അതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ താഴെ തന്നെ എഴുതി വെക്കുക. USG അൾട്രാസൗണ്ട് സോണോഗ്രഫി. USG അൾട്രാസൗണ്ട് സോണോഗ്രഫി. Then എക്കോ. എക്കോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്കോ കാർഡിയോഗ്രാമിനെയാണ് നമ്മൾ എക്കോ എന്ന് വിളിക്കുക കേട്ടോ. എക്കോ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാർഡിയോ റിലേറ്റഡ് ആണ് അല്ലെ. അപ്പോ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഹാർട്ടും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് നിയർ ബൈ ബ്ലഡ് വെസൽസിന്റെ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്കോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റില് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് വരുന്നത്. DT apparatus, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ. USG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാ സോണോഗ്രഫി, അൾട്രാസൗണ്ട് സോണോഗ്രഫി. അതായത് പ്രഗ്നൻസി ടൈമിലൊക്കെ ചെയ്യില്ലേ, എക്സാമ്പിൾ പ്രഗ്നൻസി ടൈമിലൊക്കെ ചെയ്യുന്ന സ്കാനിങ് അൾട്രാ സോണോഗ്രഫി ആണ്. ഇപ്പൊ കുഞ്ഞിന്റെ അവയവങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത്രയ്ക്കും എന്താ പറയാ മോസ്റ്റ് ഡീപ്പായിട്ട് ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ് പ്രഗ്നൻസി ടൈമിലൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ വൈകല്യങ്ങളും മറ്റൊക്കെ കണ്ടെത്താനൊക്കെയാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, പേര് മാത്രം പഠിക്കാനുള്ളൂ, ഡീറ്റെയിൽ ഒന്നും ഇല്ല കേട്ടോ. അപ്പോ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് ആണ് നമ്മൾ നോക്കിയത്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് തെറാപ്റ്റിക് എക്യുപ്മെന്റ്സ്. തെറാപ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സാപരമായിട്ടുള്ളത് ഒരു ചികിത്സയ്ക്ക് ആയിട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ നെബുലൈസർ. നെബുലൈസർ അറിയാലോ, എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. നെബുലൈസർ ഉണ്ടോ വീടുകളിൽ? ഇപ്പൊ ഏറ്റവും നമ്മുടെ വീടുകളിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നെബുലൈസർ അല്ലെ. ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും മീൻസ് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നെബുലൈസർ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പോ നെബുലൈസർ എന്ന് പറയുമ്പോൾ എന്താണ്? തെറാപ്റ്റിക് ആണ്. നമ്മൾ നെബുലൈസേഷൻ ചെയ്യുമ്പോൾ ഒരു ആശ്വാസമാണ്, ഒരു റിലീഫ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉണ്ടോ? ഇവിടെ രോഗം കണ്ടെത്തുകയല്ല, നെബുലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രീറ്റ്മെന്റ് ആണത്. ആണോ? ട്രീറ്റ്മെന്റ് ആണ്, നമുക്കൊരു റിലീഫ് അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സോ തെറാപ്റ്റിക്കിൽ വരുന്നതാണ് നെബുലൈസർ. നെക്സ്റ്റ് വൺ ലാറിംഗോസ്കോപ്പ്. കണ്ടിട്ടുണ്ടോ? ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്? നമ്മളുടെ ലാറിങ്സ്, നമ്മളുടെ തൊണ്ട അല്ലെങ്കിൽ ശ്വാസനാളത്തിന്റെ പരിശോധനയാണ് ലാറിംഗോസ്കോപ്പ്. നമ്മൾ നേരത്തെ എൻഡോസ്കോപ്പ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമ്മളുടെ തലയുടെയും കഴുത്തിന്റെയും തകരാറുകൾ മീൻസ് നമ്മളുടെ തൊണ്ടയിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ചെറിയൊരു നമ്മളുടെ തൊണ്ടയിൽ കൂടി ചെറിയൊരു ട്യൂബാണ് എൻഡോസ്കോപ്പ് പോലെ തന്നെ ട്യൂബ് കടത്തി വിട്ടിട്ടാണ് ശ്വാസനാളത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതാണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലാറിങ്സിന്റെ പ്രോബ്ലംസ് അറിയുന്നത്. നെക്സ്റ്റ് വൺ ബ്രോങ്കോസ്കോപ്പ്. എന്താ ബ്രോങ്കോസ്കോപ്പ്? ബ്രോങ്കൈറ്റിസ് കേട്ടിട്ടുണ്ടോ? ബ്രോങ്കൈറ്റിസ് ലങ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. ബ്രോങ്കൈറ്റിസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിട്ടുമാറാത്ത ചുമ അല്ലെ. അപ്പൊ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ലങ്സിന്റെ പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്നതൊരു ഇതാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലങ്സിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ 3 തെറാപ്റ്റിക് ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ലാറിംഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസനാളത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്, ബ്രോങ്കോസ്കോപ്പ് ശ്വാസകോശം ലങ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്. മോണിറ്റർ ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്? പൾസ് ഓക്സിമീറ്റർ അല്ലെ, പൾസ് മോണിറ്റർ ചെയ്യുന്നു. കാർഡിയാക് മോണിറ്റർ, നമ്മളുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഹാർട്ടിന്റെ ഹാർട്ട് വേവ്സും നമ്മുടെ ഹൃദയമിടിപ്പൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യുന്നത്. ECG മെഷീൻ. ECG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം എഴുതി വെക്കുക കേട്ടോ. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം.
അറിയില്ലാത്തവർ എഴുതി വെക്കാം. അപ്പൊ ECG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുന്നതാണ് ECG മെഷീൻ എന്ന് പറയുന്നത്. ഇനി ഇൻസ്ട്രുമെന്റ്, അടുത്തത് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധാരണ നോർമൽ ഇൻസ്ട്രുമെന്റ് എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സുകൾ. ഫസ്റ്റ് വൺ IV സെറ്റ്. IV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാവീനിയസ് എന്നാണ് കേട്ടോ മീനിങ്. IV ഇൻട്രാവീനിയസ്. ഇൻട്രാവീനിയസ് സെറ്റ്. എന്താ IV സെറ്റ്? കണ്ടിട്ടുണ്ടോ നിങ്ങൾ IV സെറ്റ്? എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാകും, പക്ഷെ പേര് IV സെറ്റ് ആണെന്ന് നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് നിങ്ങൾ ഹോസ്പിറ്റൽ ഉണ്ട്, എന്താണ് IV സെറ്റ് എന്ന് പറയുന്നത്? കുറച്ചു പേർക്ക് അറിയാൻ പറ്റും കേട്ടോ. ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ആരെങ്കിലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ റിലേറ്റഡ് കോഴ്സ് ചെയ്യുന്നവരുണ്ടോ? വേറെ അറിയില്ല. ഡ്രിപ്പ് എന്നാണ് പറയുന്നത്. ഡ്രിപ്പ് ഇടുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ? അതായത് നമ്മൾ സ്റ്റാൻഡിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ ഡ്രിപ്പ് ഇടാറുണ്ട് അല്ലെ? അപ്പൊ ഈ ഡ്രിപ്പ് വരുന്നത് വളരെ ഡ്രോപ്പ് ആയിട്ട്, നേരത്തെ വളരെ സ്ലോ ആയിട്ടല്ലേ അതിങ്ങനെ ഓരോ ഡ്രോപ്പ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്? ആണോ? ചിലപ്പോ ഒരു ബോട്ടിൽ ഒരു ഹാഫ് ആകുമ്പോഴേക്കും നേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് ഒരു ചെറിയൊരു വൈറ്റ് കളർ ആയിരിക്കും തോന്നുന്നു, മിക്കപ്പോഴും വൈറ്റ് ആയിരിക്കും, ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയൊരു നീളത്തിലൊരു സംഭവം ഉണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും നേഴ്സ്. നമുക്ക് ഇഷ്ടംപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഒരു ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും അല്ലെ? അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ വരുന്ന ഡ്രോപ്പിന്റെ സ്പീഡ് കുറച്ച് കൂടും. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ വരുന്ന ഡ്രിപ്പ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു പോയിന്റ്, ഒരു സംഭവത്തിനെയാണ് എന്ത് വിളിക്കുക? IV സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കി, കണ്ടു കാണും നിങ്ങള്. പക്ഷെ നമുക്ക് IV സെറ്റ് എന്നുള്ള പേര് ക്ലിയർ ആയിരിക്കില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സാധനം ഉള്ളതായിട്ട് അറിയാമോ? നമ്മളിങ്ങനെ നമ്മൾ വരുന്ന ഡ്രോപ്പിന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടിട്ടുണ്ട്, പക്ഷെ പേര് അറിയില്ല. അതല്ല യഥാർത്ഥത്തില്, ആണോ? സംഭവം കണ്ടിട്ടുണ്ട്, പക്ഷെ പേര് നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ ഇനി കാണുമ്പോൾ പറയാം IV സെറ്റ് ആണ്. ഓക്കെ, ഇനി കാണുമ്പോൾ നോക്കാം. അപ്പൊ നമ്മൾ ഇനി പുതിയ ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ? അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാം ഇന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് IV സെറ്റ് ആണ് അല്ലെ? അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡ്രിപ്പ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് വിളിക്കുക? IV സെറ്റ്. Then next one, tracheostomy. എന്താ tracheostomy? കേട്ടിട്ടുണ്ടോ? tracheostomy അതായത് നമ്മളുടെ ശ്വസനനാള, ലാറിങ്സിന്റെ പോലെ തന്നെയുള്ള ഒരു ശ്വസനനാള പ്രക്രിയ അല്ലെങ്കിൽ ശസ്ത്രക്രിയയാണ് കേട്ടോ. ശ്വസനനാളത്തിന്റെ ഒരു ശസ്ത്രക്രിയയാണ് tracheostomy എന്ന് പറയുന്നത്. ട്രാക്കിയയുടെ പ്രോസസ് ആണത്. Then instrument trolley. ഹോസ്പിറ്റലിൽ ഇൻസ്ട്രുമെന്റ് ട്രോളി കണ്ടിട്ടുണ്ടോ? മെഡിസിൻസും മറ്റും കൊണ്ടുപോകുന്ന ട്രോളികൾ ഹോസ്പിറ്റലിനുള്ളിൽ കൂടി തന്നെ നഴ്സസും മറ്റും മെഡിസിൻസുകളും അതുപോലെ തന്നെ വാർഡിലേക്കാണെങ്കിൽ അവിടുത്തെ പേഷ്യൻസിൽ ആ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കാനായിട്ടുള്ള മെഡിസിൻസുകളും കാര്യങ്ങളൊക്കെ അവരൊരു ട്രോളിയിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ട്രോളിയിൽ കൊണ്ടുപോകും. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ട്രോളി കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ എക്യുപ്മെന്റ്സിൽ പഠിച്ചത്. ഡയഗ്നോസ്റ്റിക് ഉണ്ട്, തെറാപ്റ്റിക് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ, മോണിറ്ററിംഗ് ചെയ്യുന്ന എക്യുപ്മെന്റുകൾ, ഇൻസ്ട്രുമെന്റ് എക്യുപ്മെന്റ്സ്. ട്രാക്കിയോസ്റ്റോമി എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിന്റെ ശസ്ത്രക്രിയ. ഓക്കെ, ശ്വാസനാള സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ശസ്ത്രക്രിയ, സർജറി പ്രോസസ് ആണ് ട്രാക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും അതിപ്പോ മനസ്സിലാക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടേബിളും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എക്യുപ്മെന്റ്സിന്റെ ടേബിൾ വായിക്കുക, എക്സാമിന് ടേബിൾ ഷുവർ ആയിട്ടും വരും. അപ്പൊ ഓരോ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് ഏതൊക്കെയാണ്, തെറാപ്റ്റിക്കിൽ വരുന്നത് ഏതൊക്കെ എക്യുപ്മെന്റ് ആണ്, മോണിറ്ററിംഗിൽ വരുന്ന എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റ്സിൽ, അവ ഓരോന്നും ഏതിലൊക്കെയാണ് ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രത്യേകം പഠിക്കുക കേട്ടോ.
ടേബിൾ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഓർഡർ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് ഏതൊക്കെയാണ്, തെറാപ്റ്റിക്കിൽ വരുന്ന എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, മോണിറ്ററിംഗുള്ള ഇൻസ്ട്രുമെന്റ് അല്ലാതെ കുട്ടിക്കലർത്തി പഠിക്കരുതും. എക്സാമിന് ചിലപ്പോ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തെറാപ്റ്റിക്കിൽ വരാം. മറ്റൊരു തിരിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പി, ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? തെറാപ്റ്റിക്. കംപ്ലീറ്റ് ചെയ്തോ ടേബിള്, എക്യുപ്മെന്റ്സ്? നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് OPD. അപ്പൊ നമ്മൾ എന്താണ് OPD എന്ന് കണ്ടു അല്ലെ? അപ്പൊ ഇനി OPDയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, OPDയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്യുന്ന ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ, ഏർലി ഡയഗ്നോസിസ്, നേരത്തെയുള്ള രോഗനിർണയം നടത്തുന്നു. ക്യൂറേറ്റീവ്, പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാതെയുള്ള സേവനങ്ങളെയാണ് ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്. ഏർലി ഡയഗ്നോസിസ് അല്ലെ, നേരത്തെയുള്ള രോഗനിർണയം നടത്തുന്നു. ക്യൂറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗശമനം, നമ്മൾ ട്രീറ്റ്മെന്റ് നൽകുന്നു. പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റീവ് കെയർ അല്ലെ, പ്രിവെന്റീവ് രോഗനിർണയം, അതുപോലെ തന്നെ പ്രിവെന്റീവ് രോഗത്തെ തടയുക, പ്രിവെന്റ് ചെയ്യുന്നു. റീഹാബിലിറ്റേറ്റീവ് നമ്മൾ പറഞ്ഞു അസുഖമൊക്കെ മാറി ആള് നോർമൽ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേറ്റീവ് ഫിസിയോതെറാപ്പി പോലുള്ള സേവനങ്ങൾ നൽകുന്നു. സെക്കൻഡ് പോയിന്റ്, ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസിൽ, അതായത് അഡ്മിറ്റ് ആക്കാതെയുള്ള നല്ല ട്രീറ്റ്മെന്റ്, ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള നല്ലൊരു പരിചരണം രോഗികൾക്ക് നൽകുന്നു. മൂന്നാമത്തത്, സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ അല്ലെ, അതായത് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, IP-യിൽ നോക്കി ഡോക്ടറെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു, അതായത് സ്ക്രീനിങ് ആണ്. നമ്മൾ പേഷ്യന്റ് OPD-യിൽ സ്ക്രീൻ ചെയ്തിട്ടല്ലേ ഇപ്പൊ നമ്മൾ ഡോക്ടറെ വന്ന് കാണും അല്ലെ. സ്ക്രീൻ ചെയ്യുന്നത് വെച്ചാൽ ഡോക്ടറെ കാണുക, കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇപ്പോ ആൾക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്മിഷനിലേക്ക് നയിക്കുന്നത്. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ അഡ്മിഷന് വേണ്ടി സ്ക്രീനിങ് നടത്തുന്നു, അങ്ങനെയല്ലേ? നമ്മൾ ചെറിയൊരു അസുഖമായിട്ട് ചെന്നു, അപ്പൊ ഡോക്ടറെ നമ്മൾ OPD-യിലാണ് കാണുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, അപ്പോ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോ ചിലപ്പോൾ ടെസ്റ്റിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പറയും പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയല്ലേ? മീൻസ് നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ തന്നിട്ട് റിസൾട്ട് നോക്കട്ടെ എന്ന് പറയും അല്ലെ. അപ്പൊ റിസൾട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ അഡ്മിറ്റ് ആക്കും പേഷ്യന്റിന്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ പോയിന്റ്? സ്ക്രീനിങ് ചെയ്യണമെന്ന്, അഡ്മിഷനിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ സ്ക്രീനിങ് ചെയ്യുന്നു, പേഷ്യന്റിനെ നോക്കുന്നു. ക്ലിയർ ആണോ? സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് അല്ലെ. ഫോളോ അപ്പ് കെയറുകൾ നൽകുന്നു. നമ്മൾ ഒരു വട്ടം ഹോസ്പിറ്റലിൽ പോയി, ചിലപ്പോ നമുക്ക് എക്സാമ്പിൾ പറയുന്നെങ്കിൽ ആന്റിബയോട്ടിക്സ്, ഒരു 5 ദിവസത്തേക്കുള്ള ആന്റിബയോട്ടിക് തന്നു. എന്നിട്ട് ഡോക്ടർ പറയും 5 ദിവസം കഴിയുമ്പോൾ, മെഡിസിൻ കഴിയുമ്പോൾ ഒന്നുകൂടി വന്ന് കാണാൻ പറയും. ഇല്ലേ? പറയാറുണ്ടോ അങ്ങനെ? പറയാറില്ലേ? നോർമലി നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ ചെല്ലുമ്പോഴേ 5 ദിവസം ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക, കഴിക്കുക. ശേഷം ഒരു 5 days കഴിഞ്ഞിട്ട് ആന്റിബയോട്ടിക് തീരുമ്പോൾ ഒന്നുകൂടി വന്ന് കാണാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ആഫ്റ്റർ ഡിസ്ചാർജ്, അതുപോലെ തന്നെ എന്താണ്, ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിങ്ങളൊരു ഒരാഴ്ചയോ മറ്റോ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത്, ഡിസ്ചാർജ് ചെയ്തിട്ട് ആ വഴി പേഷ്യന്റുകളെ പോയിക്കൊള്ളാനാണോ പറയുന്നത്? അങ്ങനെയാണോ? ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഡോക്ടർ പറയും ചിലപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള മെഡിസിൻ കൊടുത്തിട്ട് എന്ത് പറയും, ഒരു പ്രാവശ്യം കൂടി വരാം,
പിറ്റേ ദിവസം വരാം. ദെൻ ഒന്ന് വീണ്ടും ഒന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ചെക്കപ്പുകൾ ചെയ്യാനോ ആയിട്ട് പറയും. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അല്ലെ, ആരോഗ്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക. അതായത് രോഗത്തെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിംഗ് മീൻസ് എന്താണ്? വിശദീകരിക്കുക. റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, അല്ലെ, അതായത് പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിന് വിശദീകരിക്കുക. അതായത് രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് പേഷ്യൻസിനോട് മറ്റും. മീൻസ് രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രിവെന്റിങ്, ഒരു പ്രതിരോധ മാർഗങ്ങളൊക്കെ വിശദീകരിക്കുക. ലാസ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഒരു OPDയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പോയിന്റുകളാണ്. ആ പോയിന്റുകൾ അതുപോലെ തന്നെ വായിക്കണം. അതിൽ കൂടുതൽ എക്സ്ട്രാ ഒന്നും പഠിക്കാൻ നമുക്കില്ല. കറക്റ്റ് എക്സാക്ട് പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റുകൾ സെയിം അതുപോലെ തന്നെ വായിക്കാം. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് OPD. അറിയില്ലാത്ത വേർഡ്സുകൾ വരുമ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ചിട്ട് അതിന്റെ മലയാളം മീനിങ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കാം കേട്ടോ. നമ്മൾ നാളെ വായിക്കുമ്പോൾ അത് ഡൗട്ടോട് കൂടി വായിക്കരുത്. അറിയാൻ പാടില്ല, ഇത് പറയുമ്പോൾ എന്ത് ചെയ്യാ, എഴുതി വെക്കാൻ ശ്രമിക്കുക. റെൻഡറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശദീകരിക്കുക. അതായത് പ്രിവെന്റിങ് ഹെൽത്ത് കെയർ മീൻസ് ആരോഗ്യ മീൻസ് രോഗങ്ങൾ വരാതിരിക്കുക. പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടയുക എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെ. ഇപ്പൊ എന്താണ്? പ്രതിരോധ മീൻസ് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യണം. രോഗങ്ങൾ വരാതെ പ്രതിരോധിക്കാനായിട്ടുള്ള പ്രതിരോധ ആരോഗ്യ സംരക്ഷണം വിശദീകരിക്കുക. നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു വിശദീകരണങ്ങൾ കൊടുക്കുക. ആരോഗ്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക. പ്രൊമോട്ട് ചെയ്യാന്ന് മീൻസ് ആരോഗ്യത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്, അല്ലെ. അതായത് പ്രതിരോധ ആരോഗ്യ പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ് നമ്മളുടെ പ്രതിരോധ ആരോഗ്യ പ്രവർത്തനങ്ങൾ നൽകുന്നത്? ഫസ്റ്റ് വൺ, ബേബി ക്ലിനിക്സ്, അല്ലെ. ബേബീസിനായിട്ടുള്ള ക്ലിനിക്കുകൾ ചെയ്യുക. അതായത് എസ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ക്ലിനിക്കുകള്. ദെൻ ANC എന്താ? ആന്റിനേറ്റൽ കെയറിംഗ്. എഴുതി വെക്കാം കേട്ടോ. ആന്റിനേറ്റൽ കെയറിംഗ്. എന്താ ആന്റിനേറ്റൽ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിലുള്ള കെയറിംഗ്. അതായത് പ്രഗ്നൻസി വുമൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ക്ലിനിക്സുകളും അവർക്ക് വേണ്ടിയിട്ടുള്ള കെയറുകൾ കൊടുക്കുക. ആന്റിനേറ്റൽ കെയറിംഗ് എഴുതി വെക്കാം കേട്ടോ. ANC ആന്റിനേറ്റൽ കെയറിംഗ്. എക്സാമിന് ചോദിക്കാറുണ്ട് ANC ആന്റിനേറ്റൽ കെയറിംഗ്. നമ്മൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററിലും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എക്സ്പാൻഡ് ഫോമുകൾ കാണാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് എക്സ്പാൻഡ് ഫോമുകൾ ചോദിക്കും, പഠിച്ചു വെക്കുക. ANC എന്ന് പറഞ്ഞാൽ ആന്റിനേറ്റൽ കെയറിംഗ്, പ്രഗ്നൻസി ടൈം കെയറിംഗ്. ദെൻ മാരേജ് കൗൺസിലിംഗ്. മാരേജ് കൗൺസിലിംഗുകളൊക്കെ കൊടുക്കുക. പ്ലാൻഡ് പാരന്റ്ഹുഡ് എക്സെട്ര, അല്ലെ. രക്ഷാകർത്ത് മീൻസ് കുട്ടികളെ എങ്ങനെയാണ് നോക്കേണ്ടത്, പരിപാലിക്കേണ്ടത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുക. ദെൻ സ്കൂൾ ഹെൽത്ത് ക്ലിനിക്, അല്ലെ. സ്കൂളുകളിലും മറ്റും ഹെൽത്ത് ക്ലിനിക്കുകളൊക്കെ സ്ഥാപിക്കുക. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്.
കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാന്ന്. എന്താ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സാംക്രമിക രോഗങ്ങൾ എന്ന് പറയും. പകർച്ചവ്യാധികൾ, പകരുന്ന പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ. ഏതൊക്കെയാണ് എക്സാമ്പിള് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്? എക്സാമ്പിള് ഒരു എക്സാമ്പിളും ഇല്ല. പകർച്ചവ്യാധികള് റീസെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ഏതാണ്? എല്ലാവരും ഒരുപോലെ അനുഭവിച്ചൊരു അസുഖം ഉണ്ടല്ലോ. ഏതാണ്? കോവിഡ് അല്ലെ? കോവിഡ് ആണ് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എഴുതി വെക്കുക കേട്ടോ ടെക്സ്റ്റ് ബുക്കില്. കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ അവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. HIV ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അതുപോലെ കോവിഡ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോ ഈ പകർച്ചവ്യാധികളെയൊക്കെ കൺട്രോൾ ചെയ്യുക. Then early diagnosis and detection of chronic diseases like cancer, TB, etc. ക്രോണിക് ഡിസീസസിനെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. ദെൻ അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും പ്രതിരോധ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ക്രോണിക് ഡിസീസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകർച്ചവ്യാധികള് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ക്രോണിക് ഡിസീസസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രോണിക് ഡിസീസസ് വിട്ടുമാറാത്ത അസുഖങ്ങൾ കേട്ടോ. ക്രോണിക് എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത അസുഖങ്ങൾ. അതായത് ദീർഘകാലം മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടത് വരും, എങ്കിലും അത് പൂർണ്ണമായിട്ടും വിട്ടുമാറാത്ത അസുഖമാണ്. ഇപ്പൊ ലൈക്ക് ക്യാൻസർ, TB. ക്യാൻസർ ഒക്കെ നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ? മെഡിസിൻ ഒക്കെ ഉണ്ട്, എങ്കിലും അത്യാവശ്യം ദീർഘകാലം നിൽക്കുന്ന ഒരു അസുഖമാണ് അല്ലെ? Then last point, health education and nutritional advisor. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. ന്യൂട്രീഷണൽ അഡ്വൈസർ മീൻസ് ഡയറ്റ്, ഫുഡിന്റെ കാര്യങ്ങൾക്കൊക്കെ ന്യൂട്രീഷൻ ഫുഡുകളെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വൈസുകൾ നൽകുക. റീഹാബിലേഷൻ ആൻഡ് പ്രിവെന്റേഷൻ ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്പ് അല്ലെ? അതായത് റീഹാബിലേഷൻസുകൾ കൊടുക്കുക. നമ്മൾ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള റീഹാബിലേഷൻസ് കൊടുക്കുക. Then prevention of disabilities and handicap മീൻസ് വൈകല്യങ്ങളൊക്കെ ഉള്ളവർക്ക്, ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളവർക്ക് അവർക്ക് ഒരു പ്രിവെന്റേഷൻസ് കൊടുക്കാറ്. അവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ അവരുടെ കുറച്ചും കൂടി അവർക്ക് പ്രാധാന്യം കൊടുക്കുക. ഹാൻഡിക്യാപ്പ് മീൻസ് വൈകല്യങ്ങൾ, ഡിസബിൾഡ് ആയിട്ടുള്ളവർ. ഇത്രയുമാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. പോയിന്റുകൾ ഒന്ന് വായിക്കുക. 6 പോയിന്റ് ആണ് കേട്ടോ. പോയിന്റ് അതുപോലെ തന്നെ ഒന്ന് വായിക്കുക. ANC ആന്റിനേറ്റൽ കെയറിംഗ് ആണ്, മീൻസ് പ്രഗ്നൻസി ടൈം കെയറിംഗ്. ദെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കോവിഡ് ആണ് എക്സാമ്പിള്. അതുപോലെ ക്രോണിക് ഡിസീസസ് എന്ന് പറയുന്നത് ക്യാൻസർ, TB. ഇത് പഠിച്ചിരിക്കണം, അണ്ടർലൈൻ ചെയ്ത് വെക്കുക ടെക്സ്റ്റില്. സിക്സ്ത് പോയിന്റ് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷണൽ അഡ്വൈസർ. ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള അഡ്വൈസുകൾ മീൻസ് പോഷകാഹാരങ്ങൾ, എങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്കുള്ള പോഷകാഹാരങ്ങള്, അങ്ങനെയുള്ള ന്യൂട്രീഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുക. അതുപോലെ തന്നെ റീഹാബിലേഷൻസ്, നമ്മൾ പറഞ്ഞു ഫിസിയോതെറാപ്പി, അങ്ങനെയുള്ള റീഹാബിലേഷൻസ് നൽകുക. ദെൻ ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഉള്ള ആക്ടിവിറ്റീസുകൾ, ഇപ്പൊ സ്പീച്ച് തെറാപ്പി, അങ്ങനെയുള്ള കുറെ തെറാപ്പികൾക്ക് ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള ഡിസബിലിറ്റീസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇത് എക്സാക്ട് പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. പോയിന്റ് അതുപോലെ തന്നെ പഠിക്കണം.
ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഒ പി ഡി. നമ്മൾ ഒ പി ഡി എന്താണെന്ന് കണ്ടു അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇനി നമ്മൾ നോക്കുന്നത് ടു ടൈപ്സ് ഓഫ് ഒ പി സർവീസസ്. മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള ഒ പി സർവീസസുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. Then second one decentralized outpatient service. Okay, centralized, decentralized. First one centralized നോക്കാം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ സെൻട്രലൈസ്ഡ് എന്നുള്ളൊരു ടേമോ? എവിടെയാണ് കേട്ടിരിക്കുന്നത്? ഹോസ്പിറ്റൽ അല്ല, ഹോസ്പിറ്റൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സെൻട്രലൈസ്ഡ്? സെൻട്രലൈസ്ഡ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സെൻട്രലൈസ്ഡ് എ സി കേട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ സെൻട്രലൈസ്ഡ് എ സി. എന്താ സെൻട്രലൈസ്ഡ് എ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ സെൻട്രലൈസ്ഡ് എ സി എന്ന് ഉദ്ദേശിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ? ഫുൾ ആയിട്ടുള്ളത്, അതായത് സെപ്പറേറ്റഡ് ഓരോ റൂമിലും ഓരോ എ സി, അങ്ങനെയാണോ? മീൻസ് ഒരു വീടിന്റെ ഫുൾ ആയിട്ട് നമ്മൾ സെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ് അല്ലെ, സെപ്പറേറ്റ് ഓരോ റൂമിലും പ്രത്യേകം എ സി സ്പെസിഫൈ ചെയ്തിട്ടൊന്നുമില്ല. മറിച്ച് ആ ഒരു വീടിന്റെ ഫുൾ ആയിട്ട് നമ്മൾ എ സി ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻട്രലൈസ്ഡ് എ സി എന്ന് വിളിക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ എ സിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. Centralized outpatient services. All services are provided in a concise area which includes all diagnostic and therapeutic facilities being provided in a same place. Concise എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തമായിരിക്കുന്നത് അല്ലെ, അതായത് ഒരു പേഷ്യൻസിന്റെ ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ്, എല്ലാ ഒരു പേഷ്യൻസിന്റെ എല്ലാ സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു നിക്ഷിപ്തമായിട്ടുള്ള ഒരു കൺസൈസ് ഏരിയയിലായിരിക്കും. വിച്ച് ഇൻക്ലൂഡ് ഡയഗ്നോസ്റ്റിക്, തെറാപ്റ്റിക്, ചികിത്സാ സൗകര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ഡയഗ്നോസ്റ്റിക്കുകൾ, ടെസ്റ്റുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്ലേസിലായിരിക്കും, സെയിം പ്ലേസിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ്. സെൻട്രലൈസ്ഡ് എ സി ആലോചിക്കുക, എല്ലാത്തിനും കൂടി ഒരു ഒറ്റ ഇതായിരിക്കുന്നത്. ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എ സി ആയിട്ട്? മാറിപ്പോകാതിരിക്കാനാണ് ഞാൻ സെൻട്രലൈസ്ഡ് എ സി ഓർത്ത് വെക്കാൻ പറയുന്നത്. ഓക്കെ, സെൻട്രലൈസ്ഡ് എ സി എന്ന് പറയുമ്പോൾ സെപ്പറേറ്റഡ് അല്ല, എല്ലാത്തിനും കൂടി ഒറ്റൊരു ഇതായിരിക്കും ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു കണക്ഷൻ കിട്ടിയോ എ സി ആയിട്ട്? കിട്ടിയോ കണക്ഷൻ? സെൻട്രലൈസ്ഡ് എ സി എന്ന് പറയുമ്പോൾ ഒറ്റ ഇതാണ്, ഒരു വീടിന്റെ ടോട്ടൽ ആയിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ സെൻട്രലൈസ്ഡ് എന്ന് പറയാം. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ എല്ലാ സേവനങ്ങളും ഒറ്റ സെയിം പ്ലേസിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഒന്നിനു വേണ്ടി ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് വേണ്ടിയിട്ട് മറ്റൊരു ഫ്ലോറിൽ പോകണ്ട, എല്ലാം സെയിം പ്ലേസിലായിരിക്കും. അതാണ് സെൻട്രലൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തെറാപ്റ്റിക് ആണെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണെങ്കിലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും എല്ലാം സെയിം പ്ലേസിലായിരിക്കും. ഓക്കെ, അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ decentralized, നേരെ ഓപ്പോസിറ്റ്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡിന് ഓപ്പോസിറ്റ് ആണ്. അതായത് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും, അതായത് ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കും. സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ പ്ലേസിലായിരിക്കും. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ സേവനങ്ങൾ, സർവീസസുകൾ നമ്മൾ നൽകുന്നത് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. രണ്ട് ടൈപ്പ് ആണുള്ളത് ഒ പി സർവീസസുകൾ. ഇത് വായിക്കുന്നതിനോടൊപ്പം തന്നെ പഠിക്കാം കേട്ടോ. പഠിക്കാൻ പറ്റുന്നതാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും.
രണ്ടാമത്തെ ഡൗട്ട് ഉണ്ടോ? അതായത് സെൻട്രലൈസ്ഡ് ക്ലിയർ ആണോ? അതായത് എല്ലാ സർവീസസും ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുകളും ടെസ്റ്റുകളും എല്ലാം ഒരേ പ്ലേസിലായിരിക്കുന്നു. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തും പോകേണ്ട കാര്യമില്ല. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. സർവീസസ് ആർ പ്രൊവൈഡഡ് ഓരോ ഡിപ്പാർട്ട്മെന്റിലായിരിക്കുന്നു. സെയിം പ്ലേസ് അല്ല, മറിച്ച് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ചിലപ്പോൾ ട്രീറ്റ്മെന്റിന് ഓരോരുത്ത് പോകേണ്ട വരും, ടെസ്റ്റ് ചെയ്യാനായിട്ട് സെക്കൻഡ് ഫ്ലോറിൽ പോകേണ്ടതായിട്ടൊക്കെ വരാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഡീസെൻട്രലൈസ്ഡ് സെൻട്രലൈസ്ഡ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പേഷ്യന്റ്. അതും കൂടി ഒന്ന് പറയാലോ, അതിനും കൂടി ഉള്ളൊരു ടൈം ഉണ്ട്. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, പേഷ്യൻസിനെ തന്നെ നമുക്ക് 3 ടൈപ്പ് ആയിട്ട് പറയാം. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. വളരെ സിമ്പിൾ ആണ്, പേര് പോലെ തന്നെ എളുപ്പമാണ് കേട്ടോ. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ, ജനറൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ളത്. All patients other than emergencies who reported directly to OPD. അതായത് എമർജൻസി ആയിട്ട് വരാതെയുള്ള ബാക്കി ഡയറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ OPD-യിലേക്ക് ഡയറക്റ്റ്ലി വരുന്ന എല്ലാ പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജനറൽ ഔട്ട് പേഷ്യന്റ്. അതിൽ എമർജൻസി ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എമർജൻസി അല്ലാതെ വരുന്ന സാധാരണ നോർമലി ഏതെങ്കിലും അസുഖങ്ങളായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി OPD-യിലേക്ക് വരുന്ന എല്ലാ പേഷ്യൻസിനെയാണ് എന്ത് വിളിക്കുക? ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ ഔട്ട് പേഷ്യന്റ് ക്ലിയർ ആണോ? ജനറൽ ഔട്ട് പേഷ്യന്റ് എമർജൻസി ഒഴികെ വരുന്ന നോർമൽ എല്ലാ കേസുകളുമായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എമർജൻസി ഔട്ട് പേഷ്യന്റ്. ആ പേരിൽ തന്നെയുണ്ട് എമർജൻസി ഔട്ട് പേഷ്യന്റ്. എന്താണ്? എ പേഴ്സൺ ഗിവൺ എമർജൻസി മെഡിക്കൽ കെയർ ഫോർ എ കണ്ടീഷൻ. ഒരു പേഴ്സൺ, ഒരു വ്യക്തി എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്ന ഒരു കണ്ടീഷൻസിനെയാണ് എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് കേസുകളൊക്കെ വരുന്നു, എമർജൻസി ആയിട്ടുള്ള കെയർ ആണ് അദ്ദേഹത്തിന് വേണ്ടുന്നത്, അല്ലെ? സോ അത്തരത്തിലുള്ള എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആവശ്യമുള്ള പേഴ്സൺസിനെയാണ് എന്ന് വിളിക്കുക? എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, മൂന്നാമതായിട്ട് പറയുന്നത് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. A patient referred to OPD by his practitioner for specific treatment. അതായത് നമ്മളിപ്പോ OPയിൽ വന്നു, ഒരു ഡോക്ടറെ കണ്ടു, അപ്പോൾ ഇതുപോലെ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ഡോക്ടറിനെ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് റെഫർ ചെയ്ത് കൊടുക്കുന്നത്, അതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അപ്പോ പേഷ്യന്റിനോട് ചിലപ്പോ ഒന്ന് ഷുഗർ ലെവലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, കുറച്ച് ലക്ഷണങ്ങളൊക്കെ പറഞ്ഞപ്പോ മേ ബി ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോ പേഷ്യന്റ് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഹൈ ലെവൽ, മീൻസ് നോർമലിനേലും വളരെ ഹൈ ആയിട്ടാണ് ഷുഗർ കാണിക്കുന്നത്. അപ്പോ ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഷുഗർ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, അല്ലെ? അപ്പോ ഈ ഡോക്ടർ എന്ത് ചെയ്തു? ഡയബറ്റിക് ഇത്രയും കൂടി നിൽക്കുന്നത് കാരണം ആ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിന് ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കും പേഷ്യന്റിന്, ഇല്ലേ? ചെയ്യാറില്ലേ? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പോ വേദനകളോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ എക്സ്റേ എടുത്തു, അപ്പോ എല്ലിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സ്പെഷ്യലിസ്റ്റ്, എല്ലിന്റെ ഡോക്ടറെ കാണിക്കാനായിട്ട് ഡോക്ടർ എന്തെയും റെഫർ ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ റെഫർ ചെയ്യുന്നതിനെയാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. മൂന്നും ക്ലിയർ ആണോ? ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ക്ലിയർ ആണോ എല്ലാവർക്കും? റെഫേർഡ് ആണോ മനസ്സിലാവാത്തത്? ഏതാണ് മനസ്സിലാകാത്തത്? റെഫേർഡ് ആണോ? ഒന്നും കൂടി പറയാം. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് എമർജൻസി പേഷ്യന്റ് ഒഴികെ, അതായത് എമർജൻസി പേഷ്യന്റ് വരുന്നില്ല, എമർജൻസി അല്ലാതെ വരുന്ന നോർമൽ ഏത് അസുഖമായിട്ട് വരുന്ന ഡയറക്ട്ലി OPD-യിൽ റിപ്പോർട്ട് ചെയ്യുന്ന പേഷ്യൻസിനെയാണ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്നത്, ഇപ്പൊ ആക്സിഡന്റ് കേസുകളൊക്കെ വരാം, അല്ലെ? അപ്പോ എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആണ് എമർജൻസി ഔട്ട് പേഷ്യന്റ്. ദെൻ റെഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ OPയിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു, ദെൻ നമ്മളുടെ അസുഖത്തിന്റെ ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ അസുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞു, അപ്പൊ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്യും, അല്ലെ?
അപ്പോ അതാത് ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. റെഫർ ചെയ്യുന്നതാണ്. ഒരു ഡോക്ടർ നമ്മൾ കണ്ടു, അപ്പൊ ആ ഡോക്ടർ മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്തു തരുന്നു. ക്ലിയർ ആയോ? റെഫേർഡ്. ഓക്കെ. അപ്പൊ 3 ടൈപ്പ് പേഷ്യന്റ് ഇവിടം വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇനി വരുന്നത് മാനേജീരിയൽ കൺസിഡറേഷൻ. എന്തൊക്കെയാണ് മാനേജീരിയൽ കൺസിഡറേഷൻ എന്നാണ് നെക്സ്റ്റ് വരുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, കാരണം കുറച്ച് പോയിന്റ്സ് ഉണ്ട്. then ഒരു ഫ്ലോ ചാർട്ട് വീണ്ടും വരുന്നുണ്ട്. സിമ്പിൾ നമ്മൾ പഠിച്ചൊരു ഫ്ലോ ചാർട്ട് തന്നെയാണ്. ഓക്കെ. അപ്പോ നമ്മൾ എടുത്തത് ഒരു ഫ്ലോ പാറ്റേൺ പഠിച്ചു. OPD-യിലേക്ക് വരുന്ന ഒരു ഫ്ലോ പാറ്റേൺ ആണ് നമ്മൾ നോക്കിയത്. then ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകൾ 4 ടൈപ്പ് എക്യുപ്മെന്റുകളാണ് ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത്. തെറാപ്റ്റിക്, മോണിറ്ററിംഗ്, ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഓരോ വിഭാഗത്തിലും വരുന്ന എക്യുപ്മെന്റുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, എങ്കിലേ നമുക്ക് ഏത് വിധത്തിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. then functions of OPD. OPD-യുടെ ഫങ്ഷൻസുകൾ നോക്കി. അതില് നമ്മള് കുറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഫങ്ഷൻസ് ചെയ്യുന്നത് പോയിന്റ് ഔട്ട് ആണ്. സോ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. then preventive health activities, അതിന് ALC ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് ടൈപ്പ് ഓഫ് OPD. 2 ടൈപ്പ് ആണെന്ന് പറഞ്ഞു, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സെയിം പ്ലേസിൽ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. then 3 ടൈപ്പ് ഓഫ് പേഷ്യന്റ്: ജനറൽ, എമർജൻസി, റെഫേർഡ്. ജനറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യൻസുകളും. എമർജൻസി എന്ന് പറയുമ്പോൾ എമർജൻസി കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്. then referred out patient എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്ന പേഷ്യൻസ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. then നെക്സ്റ്റ് ക്ലാസ്സിലാണ് അടുത്ത സെക്ഷനിൽ എടുക്കുന്നത്. എടുത്തത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? സ്പീഡൊക്കെ ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഒരു നോർമൽ സ്പീഡിൽ പോകുന്നത്. ടീച്ചർ ഫങ്ഷൻസ് ഓഫ് OPD ഇല്ലേ, ഫസ്റ്റത്തെ പോയിന്റ് പറയോ? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഏർലി ഡയഗ്നോസിസ് അല്ലെ? നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കുന്നു. then ക്യൂറേറ്റീവ്. ക്യൂറേറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗശമനം, നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. then നമ്മൾ പ്രിവെന്റീവ് കൊടുക്കുന്നു, മീൻസ് രോഗത്തെ വരാതിരിക്കാനായിട്ടുള്ള പ്രിവെന്റീവ്സ് നൽകുന്നു. റീഹാബിലിറ്റേറ്റീവ്, ഫിസിയോതെറാപ്പി പോലുള്ള റീഹാബിലിറ്റേറ്റീവ് കേസുകൾ നൽകുന്നു. ആംബുലേറ്ററി ബേസിസിലാണ് ഇതെല്ലാം കൊടുക്കുന്നത്. മീൻസ് അഡ്മിറ്റ് ആക്കാതെ തന്നെയുള്ള പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ OPD സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നന്നായിട്ട് വായിക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. Thank you, Miss. Thank you, ma'am. Thank you, ma'am.